ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. അടുത്ത മത്സരത്തിൽ ബ്രസീലിന്റെ എതിരാളികൾ ഹെയ്ത്തിയാണ്. വരുന്ന ശനിയാഴ്ച രാവിലെ ഇന്ത്യൻ സമയം 6 മണിക്കാണ് ഈ മത്സരം നടക്കുക. ഈ മത്സരത്തിന് വേണ്ടിയുള്ള ബ്രസീലിന്റെ ഒരുക്കങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലത്തെ ട്രെയിനിങ് സെഷൻ പൂർത്തിയായിട്ടുണ്ട്. അതിലെ സാധ്യത ലൈനപ്പ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ആദ്യ മത്സരത്തിൽ നിന്നും 5 മാറ്റങ്ങളാണ് കാർലോ ആഞ്ചലോട്ടി വരുത്തിയിട്ടുള്ളത്. ആ മാറ്റങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഗോൾ കീപ്പർ ആയിക്കൊണ്ട് ആലിസൺ ബക്കർ തന്നെയായിരിക്കും. ഇനി പ്രതിരോധ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ സെന്റർ ബാക്കുമാരായിക്കൊണ്ട് മാർക്കിഞ്ഞോസും ലിയോ പെരേരയും ഉണ്ടാകും എന്നാണ് റിപ്പോർട്ടുകൾ. ഗബ്രിയേൽ മഗല്ലസിന് റെസ്റ്റ് നൽകുകയായിരുന്നു, ട്രെയിനിങ്ങിൽ നിന്നും റെസ്റ്റ് നൽകി എന്നുള്ളതാണ്. ഇനി വിങ് ബാക്കുമാരായിക്കൊണ്ട് ഡഗ്ലസ് സാന്റോസ്, ഡാനിലോ എന്നിവരായിരിക്കും ഉണ്ടാവുക. മാത്രമല്ല ഡാനിലോയുടെ സ്ഥാനത്ത് അഥവാ റൈറ്റ് ബാക്ക് പൊസിഷനിൽ എഡേഴ്സണെ കാർലോ ആഞ്ചലോട്ടി പരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഡാനിലോയോ അതല്ലെങ്കിൽ എഡേഴ്സണോ വരാനുള്ള ഒരു സാധ്യത അവിടെയുണ്ട്. മധ്യനിരയിൽ 2 താരങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാവുക. അതായത് ഫാബിഞ്ഞോ, ബ്രൂണോ ഗൊയ്മറസ് എന്നിവരായിരിക്കും മധ്യനിരയിൽ ഉണ്ടാവുക. കാസിമിറോ ഉണ്ടാവില്ല എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. മുന്നേറ്റ നിരയിൽ 4 താരങ്ങളെ കാർലോ ആഞ്ചലോട്ടി ഉപയോഗപ്പെടുത്തിയേക്കും. അതായത് ഇടത് വിങ്ങിൽ വിനീഷ്യസ് ജൂനിയർ ഉണ്ടാകും, വലത് വിങ്ങിൽ ലൂയിസ് ഹെൻറിക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ സ്ട്രൈക്കർമാരായിക്കൊണ്ട് ഗബ്രിയേൽ മാർട്ടിനെല്ലി, ഇഗോർ തിയാഗോ എന്നിവരായിരിക്കും ഉണ്ടാവുക. ഇങ്ങനെയാണ് ബ്രസീലിന്റെ ഒരു പോസിബിൾ ലൈനപ്പ് വന്നിട്ടുള്ളത്. 4-2-4 എന്നുള്ള ഒരു ഫോർമേഷനാണ് കാർലോ ആഞ്ചലോട്ടി ഉപയോഗപ്പെടുത്തിയത്. ഇനിയും ഒരുപാട് ട്രെയിനിങ് സെഷനുകൾ ബ്രസീലിന് അവശേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 11-ൽ നിന്നും മാറ്റങ്ങൾ സംഭവിച്ചേക്കാം. നിലവിൽ ഇത്തരത്തിലുള്ള ഒരു പോസിബിൾ ലൈനപ്പാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.